സാർ എൻ്റെ പേര് അഖിലേഷ്, ഞാൻ ബജാജ് ഫിനാൻസിൽ വിളിക്കും സാർ. പറഞ്ഞോ. ഓക്കെ, കുറച്ച് നിമിഷം താങ്കളുമായി സംസാരിക്കുന്ന വിരോധമുണ്ടോ സാർ? ഇല്ല, പറ. ഇല്ല, ഓക്കെ. താങ്കൾ ജോൺസൺ അല്ലേ? ജോൺസൺ ജോസഫ്. അതെ. താങ്കൾ ഇതിനു മുമ്പ് നമ്മുടെ ബജാജിൽ നിന്ന് ആരെങ്കിലും കോൺടാക്ട് ചെയ്തിരുന്നോ? ഇല്ല. ഓക്കെ, താങ്കൾ 93,000 രൂപയുടെ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ സാങ്ഷൻ ഉണ്ട് ബജാജിൽ നിന്നും. താങ്കൾ നമ്മുടെ വാല്യുബിൾ കസ്റ്റമർ ആയതിനാണ് താങ്കളുടെ EMI എല്ലാം കൃത്യമായി താങ്കൾ അടയ്ക്കുന്നതിൽ താങ്കൾ കിട്ടുന്ന ഓഫറാണ് സാർ ഇത്. താങ്കൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ലോൺ എടുക്കുന്ന താല്പര്യമുണ്ടോ സാർ? എത്ര രൂപ വരെ ലോൺ കിട്ടും? 20,000 മുതൽ 93,000 രൂപ എടുക്കാവുന്നതാണ്. 93,000. എത്ര പലിശ? പറഞ്ഞുതരാം സാർ. താങ്കൾ ലോൺ എമൗണ്ട് 48 മാസമാണ് കാലാവധി. 48 മാസം എന്ന് പറയുമ്പോ 4 വർഷം. ഓക്കെ. പിന്നെ താങ്കളുടെ പലിശ വരുന്നത് 1.58%. 1.58%. പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ താങ്കളുടെ EMI വരുന്നത് 3,405 രൂപയാണ് ഒരു മാസത്തിൽ അടയ്ക്കേണ്ടത്. പിന്നെ താങ്കളുടെ 3,405 രൂപ. ഓക്കെ, താങ്കളുടെ 6 മാസം EMI താങ്കൾ കൃത്യമായി അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ലോൺ എമൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ താങ്കളുടെ പെൻഡിംഗ് ഉള്ള എമൗണ്ടിന്റെ 4% മാത്രം ഒരു മിനിറ്റ്. അല്ല, ഞാൻ നോക്കട്ടെ. 3,405 രൂപ വെച്ച് 48 മാസം. 3,405 × 48 1,63,000 രൂപ അടക്കേണ്ടി വരും. തിരിച്ചടക്കും. അത് ഫ്ലാറ്റ് റേറ്റ് ആണ് സാർ. മെഷീന്റെ റേറ്റ് ആണ് ഞാൻ പറയുന്നത്. ഹലോ, പറഞ്ഞോ. ഓക്കെ, താങ്കളുടെ 6 മാസം EMI താങ്കൾ കൃത്യമായി അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ ലോൺ എമൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും ഒറ്റത്തവണയായി. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ താങ്കളുടെ പെൻഡിംഗ് ഉള്ള എമൗണ്ടിന്റെ 4% മാത്രം അടച്ചാൽ മതി. ഉദാഹരണം, താങ്കളുടെ 80,000 രൂപയുടെ പെൻഡിംഗ് 6 മാസം EMI പെൻഡിംഗ് എങ്കിൽ അതിന്റെ ഒരു 4% കൂടി പലിശ അടച്ച് താങ്കൾ ലോൺ എമൗണ്ട് ക്ലോസ് ചെയ്യാൻ സാധിക്കും, പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ. ഓക്കെ. അല്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പൊ ഞാൻ അടച്ച് ക്ലോസ് ചെയ്യുന്നില്ല. എനിക്ക് 4 വർഷം കൊണ്ടേ ഞാൻ ക്ലോസ് ചെയ്യുന്നുള്ളു. അപ്പൊ ഈ 93,000 രൂപ അല്ലെ? എത്രയാണ്? 93,000 അല്ലേ? 93,000 രൂപ അടച്ചിട്ട് നിങ്ങൾ പറഞ്ഞ ഈ 1.4% പലിശ ആണെങ്കിൽ പോലും ഈ 93,000 രൂപയ്ക്ക് എത്രയോ പലിശ വേണം? 1 വർഷം ആകുമ്പോ എത്രയാ വരും ടോട്ടല്? 18,000 രൂപ. 18% വരും. 18% പലിശ? അതെ. എന്റെ പൊന്നു കൂട്ടുകാർ, അതിലും ഭേദം ഞാനിവിടെ ബ്ലേഡിന് പൈസ എടുക്കണേ. കേട്ടാ? ഓക്കെ സാർ. നിങ്ങൾ ആദ്യം പറഞ്ഞ എത്രയാണ്? നിങ്ങൾ ആദ്യം പറഞ്ഞ പിന്നെ 1.8 1.4 എന്നാണല്ലോ നിങ്ങൾ ആദ്യം പറഞ്ഞത്. പിന്നെ എപ്പോഴും ഈ 18 ആയത്? അത് മന്ത്ലി അല്ലേ സാർ? ഏതാ? അത് മന്ത്ലി, പിന്നെ ഇയർലി. നമ്മള് പലിശ പറഞ്ഞ മന്ത്ലി അല്ലല്ലോ, നമ്മൾ ഇയർലി ഉള്ള പലിശ ആണല്ലോ പറയുന്നത്. ഇത്ര പെർസെന്റേജ്. അല്ലാണ്ട് നിങ്ങൾ ഇത് ആളെ പറ്റിക്കണ പരിപാടിയല്ലേ കാണിച്ചത്? അല്ലേ സാർ? ഞാൻ എല്ലാവരോടും അങ്ങനെയാണ് സാർ പറയുന്നത്. നിങ്ങൾ എല്ലാവരോടും പറഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് തന്ത്രമാണ്. അതിൽ പല മണ്ടന്മാരും വന്ന് വീണിട്ടും ഉണ്ടാകും. ഇപ്പൊ 1.8% ആണെങ്കിൽ നിങ്ങൾ 93,000 ഞാൻ എത്ര ലക്ഷം രൂപ വേണേലും എടുക്കാം നിങ്ങളുടെ അടുത്തുനിന്ന്. നമ്മള് ഇത് പലിശ പറയണമെന്ന് വെച്ചാൽ 1 വർഷത്തെ പലിശയല്ലേ പറയണ്ടേ, അല്ലാണ്ട് 1 മാസത്തെ പലിശയാണോ പറയണ്ടേ? നിങ്ങള് പലിശ പറയുമ്പോ 1 മാസത്തെ പലിശയാണോ പറയണ്ടത്? 1 വർഷത്തെ പലിശയല്ലേ പറയേണ്ടത്? നമ്മള് ബാങ്കിലാണെങ്കിലും ഏത് ലോൺ എടുക്കുവാണെങ്കിലും 1 വർഷത്തെ പലിശയല്ലേ പറയണത്, 1 മാസത്തെ പലിശയല്ലല്ലോ. അത് പറയാൻ വേണ്ടി പോകുമ്പോഴാണ് സാർ. നിങ്ങൾ പറയാൻ വേണ്ടിയൊന്നും പോണൊന്നും ഇല്ലായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച് ചോദിച്ച കാരണമാണ് നിങ്ങളത് പറഞ്ഞത്. ആര് പറഞ്ഞു താങ്കളോട് ഞാൻ പറയില്ലായിരുന്നു? ഞാൻ എല്ലാവരോടും പറയുന്ന ഫ്ലോയിൽ അങ്ങ് പറയുന്ന രീതി എന്റെ രീതി അതാണ്. ഞാൻ അങ്ങനെ പറയൂ, അല്ലാതെ ഞാനത് ആദ്യമേ വാർഷിക പലിശ കയറി പറഞ്ഞതൊന്നും ഇല്ല. താങ്കളുടെ ഞാനൊരു കബഡി നിരത്തി ഇവിടെ ഇരിക്കാം. താങ്കൾക്ക് വാർഷിക പലിശയാണ് ആദ്യം അറിയേണ്ടത്, മാസ പലിശ പിന്നീടാണ് അറിയേണ്ടത്. ഞാനതുകൊണ്ടല്ല, നിങ്ങൾ ഈ 1.2 1.4 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം തുടങ്ങി. അങ്ങനെ ആകുമ്പോ 1 വർഷമാകുമ്പോ എത്ര നിസ്സാര പലിശ വരുള്ളൂ. ഒരിടത്തുനിന്ന് അത്രയും പലിശ കുറച്ച് പൈസ കിട്ടാനില്ല. ഞാനൊന്ന് പറയുന്നത് കേൾക്കുമോ? ഞാനത് എന്റെ ഒരു ഫ്ലോയിലാണ് ഞാൻ പറയുന്നത്. അത് ആ ഒരു ഫ്ലോയിലേ ഞാൻ പറയത്തുള്ളൂ, അല്ല ഇനി അങ്ങോട്ട് പറയത്തുള്ളൂ. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. നമ്മളാദ്യം ഇപ്പൊ നമ്മള് ലോണിന്റെ ഒക്കെ കുറെ പരസ്യം ലോണിന്റെ ഒക്കെ കാര്യത്തിനായിട്ട് തന്നെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. അപ്പൊ അവര് പറയണ എനിക്ക് 6.9% ഏറ്റവും കുറച്ച് LIC-ക്കാര് തരാന്ന് പറഞ്ഞേക്കണേ. 6.9%. അത് മാസത്തെയല്ല, 1 വർഷത്തെയാണ്. എന്നോട് ഇതുവരെ 6 മാസത്തെ പലിശയുടെ കണക്കായിട്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഇതിപ്പോ ആദ്യത്തെ സംഭവമാണ്. നിങ്ങൾ ലാസ്റ്റ് ആണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല.
ഞാൻ പറഞ്ഞല്ലേ എന്റെ ആദ്യത്തെ അനുഭവമാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങളിപ്പോ വേറെ പലരും വിളിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് റെക്കോർഡിംഗ് ആണ്, ഇവിടെ നമുക്ക് എടുത്ത് നോക്കിയാൽ അറിയാം. എന്റെ ഫോണിൽ റെക്കോർഡിംഗാ, എന്റെ ഫോണിൽ എല്ലാ കോളും റെക്കോർഡിംഗാ, എന്റെ ഫോണിൽ റെക്കോർഡിംഗ് വന്നിട്ട് നോക്കൂ. അതായത് 1.58% മാസത്തിൽ നിന്നാണ് പറഞ്ഞത്. ആ 1.58% പലിശക്കാണ് നമ്മൾ ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മാസത്തിലാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഓക്കെ എന്തെങ്കിലും ആകട്ടെ. പക്ഷെ ഈ 18% പലിശക്ക് എനിക്കിപ്പോ നിങ്ങളുടെ ലോണിന് ആവശ്യമില്ല. ഓക്കെ സാർ, തീർച്ചയായും താങ്കളുടെ വിലപ്പെട്ട സമയത്താണ് ആവനയിച്ചത് സാർ. ഓക്കെ, താങ്ക് യു. ഹലോ സാർ, നമസ്കാരം. നമസ്കാരം. ബജാജ് ഫിനാൻസിൽ നിന്നാണ് വിളിക്കുന്നത്. ആയിക്കോട്ടെ. ട്രെയിനിങ് ആൻഡ് ക്വാളിറ്റി പർപ്പസിന് വേണ്ടി ഈ കോൾ റെക്കോർഡ് ചെയ്യും. സാറിന്റെ പേര് ജോൺസൺ ജോസഫ് ആണോ? അതെ 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 അതെ. സാർ നമ്മുടെ വാല്യുവേബിൾ കസ്റ്റമർ ആയതുകൊണ്ട് സാറിന് ഒരു പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഓഫർ ആയിട്ടുണ്ട് സാർ. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടോ? അതെ സാർ, അതെ സാർ. പേഴ്സണൽ ലോൺ ഓഫർ ആയിട്ടുള്ളത്. അതിന്റെ പലിശ എത്രയാണ്? ഹലോ, അതിന്റെ പലിശ എത്രയാണ്? ഒരു മിനിറ്റ് സാർ. അതായത് മന്ത്ലി ഇൻട്രസ്റ്റ് വരുന്നത് 1.58% ആണ്. അത് ഞാൻ ചോദിച്ചതല്ല, വർഷത്തിൽ എത്ര വരും? ആനുവൽ ഇൻട്രസ്റ്റ് 18.93% ആണ് സാർ. അത് കൊള്ള പലിശയല്ലേ? അതായത് സാറിന് ബെനിഫിറ്റ്സ് ഉണ്ടല്ലോ സാർ. എന്ത് അതായത് ബെനിഫിറ്റ്? അതായത് സാർ 6 EMI അടച്ച ശേഷം സാറിന്റെ കയ്യിൽ എമൗണ്ട് ഉണ്ടെങ്കിൽ നമ്മള് ഇപ്പൊ EMI ആയിട്ട് പൈസ അടക്കണം, നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോ അങ്ങോട്ട് അടയ്ക്കാനല്ലല്ലോ. എന്നാ പിന്നെ എനിക്ക് വല്ല ഗോൾഡ് വല്ലതും അങ്ങോട്ട് പണയം വെച്ചെടുത്താ അപ്പൊ ഇത്രയും പലിശ കൊടുക്കണ്ടല്ലോ. ഈ 18% പലിശ എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പൊന്നു കൂട്ടുകാരാ, ഏത് അക്കൗണ്ട് ആണെങ്കിലും ഏത് ലോൺ ആണെങ്കിലും നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ എപ്പോ വേണേലും അടച്ചു തീർക്കാം. പിന്നെ നിങ്ങൾ അതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് വേറെ 4% പലിശയും കൂടി അടച്ചിട്ടല്ലേ നിങ്ങൾ അടച്ച് ക്ലോസ് ചെയ്യണമെന്ന് പറയണത്. അത് അതെ, 6 അടച്ചിട്ട് പിന്നെ 4% പലിശയും കൂടി കൂട്ടിയിട്ട് ഞാൻ ബാക്കി എന്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ കൊണ്ട് അടയ്ക്കാമെന്ന് ഒരു ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾ പറയണ. ഇത് എനിക്കാണ് ബെനിഫിറ്റ്, നിങ്ങൾക്കാണ് ബെനിഫിറ്റ്? ഹലോ സാർ, പിന്നെ പാർട്ട് പ്രീ പേയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് സാർ ഒരു പാർട്ട് പ്രീ പേയ്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് സാർ. അതായത് സാർ 1 മാസം EMI അടച്ച ശേഷം അടുത്ത മാസം 3 തവണ EMI അടക്കാൻ പറ്റും സാർ. അപ്പൊ ഇതിന്റെ കാലാവധി കുറഞ്ഞോണ്ട് വരും സാർ. മനസ്സിലായില്ല എന്റെ പൊന്നു കൂട്ടുകാരെ, ഏത് EMI അടയ്ക്കാനാണെങ്കിലും നിങ്ങളുടെ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18% അല്ലേ? അതെ സാർ. അത് കയ്യിൽ തന്നെ വെച്ചാൽ മതി ആ പൈസ. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്, ഇന്ന് തന്നെ ഇതിപ്പോ 4-5 കോളായി എനിക്ക് ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. ഇനി നിങ്ങൾ ക്വാളിറ്റി പർപ്പസിന് എന്തിനു വന്നാലും ഞാൻ വിളിച്ചാൽ നമ്മൾ തെറിയേ പറയുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്ത് പർപ്പസ് വേണേലും എടുത്തോ. എന്റെ ഫോണിൽ ഇത് റെക്കോർഡിംഗാ. ഈ 18% പലിശക്ക് നിങ്ങളുടെ വലിയ കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു ഓഫറാണ്. 18% പലിശക്ക് പൈസ. ഇത് വേറെ എല്ലാവരോടും പോയി പറ. എന്റെ പൊന്നു കൂട്ടർ, ഇത് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഈ പറഞ്ഞ 18% പലിശക്ക് വട്ടുണ്ടോ ആർക്കെങ്കിലും എടുക്കാനായിട്ട്? ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു സാർ.